നമസ്കാരം. കേരളത്തെ തന്നെ ഞെട്ടിച്ച ഏറ്റവും വലിയ ഒരു അഴിമതി കഥകളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലാ പോലീസ് മേധാവിക്ക് മാത്രം കിട്ടിയത് 6 പരാതിയാണ്. എങ്കിൽ ഒരു ജില്ലയിലെ മിക്ക പോലീസ് സ്റ്റേഷനുകളിലേക്ക് നോക്കിയാൽ എത്ര പരാതികൾ വന്നു കാണും? കൂടാതെ കേരളത്തിലെ സകല ജില്ലകളും എടുത്തു നോക്കിയാൽ പരാതികളുടെ എണ്ണം കൂടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏറ്റവും കൂടുതൽ കേസുകൾ ആലപ്പുഴയിലാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പരാതിയുടെ ഒരു പ്രവാഹം ആലപ്പുഴയിലേക്ക് ഒഴുകുന്നുണ്ട്. അനന്തകൃഷ്ണന്റെ തട്ടിപ്പിൽ ഒരു മണി ചെയിൻ തട്ടിപ്പ്, അതായത് ഒരു മണി ചെയിൻ മോഡൽ തട്ടിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. തട്ടിപ്പിന്റെ വ്യാപ്തി വലുതായത് കൊണ്ട് തന്നെയാണ് സംസ്ഥാന ക്രൈംബ്രാഞ്ച് കേസ് ഏറ്റെടുത്തതും കൂടാതെ അനന്തകൃഷ്ണനെ അറസ്റ്റ് ചെയ്തതും. എന്നാൽ ഈ കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചാൽ ഇത് അനന്തകൃഷ്ണനിൽ മാത്രം ഒതുങ്ങി നിൽക്കാനാണ് കൂടുതൽ സാധ്യത. അങ്ങനെ എത്തി നിൽക്കുള്ളൂ. കേന്ദ്ര ഏജൻസിയായ CBIയുടെ പ്രത്യേക വിഭാഗമായ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം അന്വേഷിച്ചാൽ മാത്രമേ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച വൻ റാക്കറ്റുകൾ പുറത്തു വരികയുള്ളൂ. അനന്തകൃഷ്ണയുടെ ലീഗൽ അഡ്വൈസറായ കോൺഗ്രസ് നേതാവ് ലാലി കൃഷ്ണയെ ഇന്ന് 7ാം പ്രതിയാക്കി പോലീസ് കേസെടുത്തിരിക്കുകയാണ് ക്രൈംബ്രാഞ്ച്. കാരണം സംസ്ഥാന സർക്കാരിലെ MLA മാർ ഉൾപ്പെടെ പ്രതിപക്ഷം പാർട്ടിയായ കോൺഗ്രസിലെ നേതാക്കന്മാർ ഉൾപ്പെടെ ഇതിൽ പെടുന്നുണ്ട്. കൂടാതെ കള്ളപ്പണമടക്കം ഇതിൽ വെളുപ്പിച്ചിട്ടുണ്ടോ എന്നടക്കം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അന്വേഷണവും വേണം. കാരണം ഈ തട്ടിപ്പ് ഒരാളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, ഒരു മണി ചെയിൻ തട്ടിപ്പാണ് ഇതിൽ നടന്നിരിക്കുന്നത്. വുമൺ ഓൺ വീൽസ് എന്ന പേരിലാണ് തട്ടിപ്പ് ആദ്യം തുടങ്ങുന്നത്. വലിയ കമ്പനികളുടെ CSR ഫണ്ട് ഉപയോഗിച്ച് പകുതി വിലയ്ക്ക് 2 വീലർ സ്ത്രീകൾക്ക് ഇരുചക്ര വാഹനം നൽകാമെന്ന് വാഗ്ദാനം ചെയ്തതും വീട്ടുപകരണം നൽകാമെന്നും പറഞ്ഞാണ് തട്ടിപ്പ് ആദ്യം തുടങ്ങുന്നത്. ആദ്യം നിസ്സാര രൂപയുടെ പഠന സാമഗ്രികളും അതോടുൾപ്പെടെ നൽകുകയും കൂടാതെ 1000 രൂപ നൽകിയാൽ 3000 രൂപയുടെ ഓണക്കിറ്റ് കിട്ടും എന്ന് ജനങ്ങളെ വിശ്വസിച്ച് ആ വിശ്വാസം നേടിയെടുത്തതിനു ശേഷം ജനങ്ങൾക്ക് നൽകി. അതിൽ നിന്നാണ് തട്ടിപ്പുകളുടെ ഒരു വൻ തട്ടിപ്പിലേക്ക് പോകുന്നത്. 2 വർഷം കൊണ്ട് അനന്തകൃഷ്ണന്റെ 3 കമ്പനികളുടെ അക്കൗണ്ടിലൂടെ കടന്നുപോയത് 450 കോടി രൂപയാണ്. നാഷണൽ NGO കോൺഫെഡറേഷന്റെ പേരിലാണ് തട്ടിപ്പ് നടത്തിയത്. അനന്തകൃഷ്ണന്റെ അക്കൗണ്ടിലുള്ളത് 3.25 കോടി രൂപ മാത്രമാണെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. അന്വേഷണത്തിന്റെ ആദ്യ ഘട്ടത്തിൽ തന്നെ ഈ പണം പോലീസ് മരവിപ്പിച്ചിട്ടുണ്ട്. അനന്തകൃഷ്ണന്റെ ഉടമസ്ഥയിലുള്ള സോഷ്യൽ ബി വെഞ്ചേഴ്സ്, പ്രൊഫഷണൽ സർവീസ് ഇന്നോവേഷൻ എന്നീ സ്ഥാപനങ്ങളുടെ പേരിലാണ് അക്കൗണ്ടുകൾ. HDFC ബാങ്കിന്റെ എറണാകുളം ഈയാട്ടുമുക്ക് ശാഖയിലാണ് 2 അക്കൗണ്ടുകളും. ഈ അക്കൗണ്ടിലെ സാമ്പത്തിക ഇടപാടുകൾ പ്രത്യേക അന്വേഷണ സംഘം ശേഖരിക്കുന്നുണ്ട്. ഇതിലൂടെ കോടികളുടെ ഇടപാട് നടന്നതായാണ് പ്രാഥമികമായ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. 400 കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടന്നുവെന്നാണ് പോലീസ് സംശയിക്കുന്നത്. ബാക്കി പണം എവിടെ പോയെന്നാണ് കണ്ടെത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. നാഷണൽ NGO ഫെഡറേഷൻ എന്ന സംഘടനയുടെ നാഷണൽ കോർഡിനേറ്റർ ആണെന്നും ഇന്ത്യയിലെ വിവിധ കമ്പനികളുടെ CSR ഫണ്ട് കൈകാര്യം ചെയ്യാൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും വിശ്വസിപ്പിച്ചായിരുന്നു അനന്തുവിന്റെ തട്ടിപ്പ്. സ്വന്തം പേരിൽ വിവിധ കൺസൾട്ടൻസികൾ ഉണ്ടാക്കി അതിന്റെ പേരിലാണ് ഇടപാടുകൾ നടത്തിയത്. എന്നാൽ ഇതുവരെ ഒരു കമ്പനിയിൽ നിന്നും CSR ഫണ്ട് ലഭ്യമായിട്ടില്ലെന്നും ചോദ്യം ചെയ്യലിൽ അനന്ത് പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. വിമൺ ഓൺ വീൽസ് എന്ന പദ്ധതിയുടെ പേരിലായിരുന്നു ലക്ഷങ്ങളുടെ തട്ടിപ്പ്. വാഹനത്തിന്റെ പകുതി തുക അടച്ചാൽ ബാക്കി പകുതി തുക കേന്ദ്ര സർക്കാർ സഹായമായും വലിയ കമ്പനികളുടേതടക്കം CSR ഫണ്ടായി ലഭിക്കുമെന്നാണ് വാഗ്ദാനം. പണം അടച്ച് 45 ദിവസത്തിനുള്ളിൽ വാഹനം ലഭ്യമാകുമെന്നും ഇയാൾ വാഗ്ദാനം നൽകിയിരുന്നു. എന്നാൽ അതിനുശേഷം കിട്ടാതെ വന്നതോടുകൂടിയാണ് ഓരോരുത്തരും പരാതിയുമായി സമീപിക്കുകയും ചെയ്തത്. തട്ടിപ്പുകൾ 350 അഥവാ 450 കോടി തട്ടിപ്പുകൾ എത്തുമെന്നാണ് വാർത്തയെങ്കിലും ഈ അന്വേഷണം പൂർത്തീകരിക്കുമ്പോൾ എന്തായാലും 1000 കോടിയിലേക്ക് വലിയൊരു തട്ടിപ്പായി മാറും. ഭരണപക്ഷത്തിരിക്കുന്ന MLA മാർ മുതൽ വമ്പൻ മുതലാളികൾ മുതൽ പോലീസ് ഉദ്യോഗസ്ഥർ വരെ ഈ തട്ടിപ്പിന് ഇടയായിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് നിസാര വിലയ്ക്ക് എവിടെ ഒരു സാധനങ്ങൾ കിട്ടുമോ അവിടെ കേരളീയർ ചെന്ന് വീഴും എന്നതാണ് യാഥാർത്ഥ്യം. നേരത്തെ ഡിജിറ്റൽ തട്ടിപ്പുണ്ടായിരുന്നു, ഇതിലെല്ലാം തന്നെ ചെന്ന് വീണു. എന്നിട്ടും പാഠം പഠിക്കാതെയാണ് വില കുറച്ച് സാധനങ്ങൾ കിട്ടിയാൽ അവിടെ ചെന്ന് തലയിട്ട് വീണ്ടും കുരുക്കാവുന്ന ഒരു മലയാള സമൂഹമാണ് നമ്മുടെ ചുറ്റിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇതുപോലത്തെ നിസാര വിലയ്ക്ക് വാഗ്ദാനമായി വരുന്നവരെ നമ്മൾ ശ്രദ്ധിക്കുക തന്നെ വേണം, അല്ലെങ്കിൽ വീണ്ടും ചതിക്കുഴിയിലേക്ക് വീഴും. ന്യൂസ് ഡെസ്ക് തത്വമയി ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്.
Powered by Jyotis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Achigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.